സുഹൃത്തെ, ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടക്കത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത പല നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഭയപ്പെട്ടു പോകുന്ന സമയങ്ങൾ, ഇനി ഞാൻ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്? എങ്കിൽ ഓർക്കുക, ഈ ഒരു മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 43:1-2 ഇങ്ങനെ പറയുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിലൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോവുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രിയ സുഹൃത്തെ, ഈ വചനം നിങ്ങൾക്കുള്ളതാണ്. ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ, പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. വചനത്തെ മുറുക്കെ പിടിക്കുക. നിന്റെ വേദനയിൽ, നിന്റെ ഭയത്തിൽ, നിന്റെ കണ്ണുനീരിൻ്റെ നേരത്തിൽ ദൈവം നിന്നോടൊപ്പം നടക്കുന്നു. പ്രിയ സുഹൃത്തെ, നീ പ്രശ്നത്തിലാണെങ്കിൽ ദൈവം നിന്നെ രക്ഷിക്കും. നീ തളർന്നാൽ ദൈവം നിന്നെ ഉയർത്തും. നീ കരഞ്ഞാൽ ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. വചനം പറയുന്നു, നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം നീ വെള്ളത്തിലേക്ക് പോകത്തില്ല എന്ന് പറയുന്നില്ല. മറിച്ച് വെള്ളത്തിലൂടെ കടക്കുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരത്തില്ല എന്നുള്ളതല്ല. പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, അയ്യോ എനിക്കിനി പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥകളുണ്ടാകും. പക്ഷേ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നെ കൈവിടുകയില്ല. എൻ്റെ പ്രിയ മകളെ, മകനെ, നിൻ്റെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, നീ ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നിന്റെ ജീവിതത്തിൽ തീ പോലുള്ള വേദനകൾ അനുഭവിക്കും, ഹൃദയം തകരുന്ന നിമിഷങ്ങളുണ്ടാകും. പക്ഷേ ഞാൻ നിന്നെ കൈവിടുകയില്ല. അതൊന്നും നിന്നെ ഉപദ്രവിക്കുകയോ ആ അഗ്നിജ്വാലകൾ നിന്നെ ദഹിപ്പിക്കുകയോ ചെയ്യുകയില്ല. അപ്പോൾ ഓർക്കുക, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും കണ്ണുനീരുകളും ഒക്കെ വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ വന്ന് കഴം പിടിക്കുന്ന ഒരു യഹോവ നിന്റെ കൂടെയുണ്ട്. ഓർക്കുക, ദൈവം ദൂരത്തിൽ നിന്ന് നോക്കുന്ന ഒരാളല്ല, നിന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾ. വെള്ളത്തിനുള്ളിൽ, നദിയിൽ, തീയിലൂടെ നടുവിലൂടെ നടക്കുമ്പോൾ ഒക്കെ നിന്റെ കൂടെ നടക്കുന്ന യഹോവയാണ്, നിന്റെ ഒപ്പം പോലെ, നിന്റെ നിഴൽ പോലെ. അതുകൊണ്ട് ഏതവസ്ഥയിലും ഓർക്കുക, ദൈവം നിന്റെ കൂടെയുണ്ട്. നീ വിശ്വസിച്ചാൽ, ദൈവത്തിൻ്റെ വചനമെടുത്താൽ, ആ ദൈവിക സാന്നിധ്യം നിന്നെ ഉയർത്തും. അതുകൊണ്ട് ധൈര്യത്തോടെ നിന്റെ പ്രശ്നത്തിലേക്ക് നോക്കി നീ പറയുക, എൻ്റെ ദൈവം എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, എൻ്റെ ദൈവം എന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ ഈശോയ്ക്കുള്ളവൻ തന്നെ. ഉറപ്പോടെ, ധൈര്യത്തോടെ നിന്റെ പ്രശ്നത്തിലേക്ക് നിനക്കിത് പറയാൻ സാധിക്കുമെങ്കിൽ നിനക്ക് ആ വിഷയത്തിൽ നിന്നും തീർച്ചയായും പുറത്തു വരാൻ സാധിക്കും.